ലഹരി സംബന്ധിച്ച ശിക്ഷാ നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് ആവശ്യം. കൊടുങ്ങല്ലൂർ ചേരമാൻ മഹല്ല് യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനിലാണ് ഈ ആവശ്യം ഉയർത്തിയത്. മഹല്ല് പ്രസിഡന്റ് റഫീഖ് സാഹിബ് അധ്യക്ഷത വഹിച്ചു. നമ്മുടെ കുടുംബങ്ങളിൽ എത്തിച്ചേർന്നു എന്ന് പറയുന്നാൽ കുടുംബത്ത് സംഭവിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദോഷകരമായിട്ടുള്ള തലത്തിലേക്ക് ഈ സംഭവം എത്തിപ്പെട്ടു. മാതാപിതാക്കളെ കൊല്ലുന്ന രീതിയിൽ, സഹോദരനെ കൊല്ലുന്ന രീതിയിൽ, സഹോദരിമാരെ കൊല്ലുന്ന രീതിയിൽ, അത്രയും ഭയപ്പാടുണ്ടാവുന്ന തരത്തിലേക്ക് ഈ ലഹരി ഇവിടെ വളർന്നു കഴിഞ്ഞു. നമുക്ക് പിടിച്ചു കെട്ടാൻ കഴിയാത്ത രീതിയിലേക്ക് ഇത് ദോഷകരമായി തന്നെ സമൂഹത്തിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞു. ഇനി നമുക്കിതിനെ എങ്ങനെ നേരിടാം? ഒറ്റക്കെട്ടായി കൊണ്ട് തന്നെ, ഇവിടെ മതമില്ല, ജാതിയില്ല, മറ്റു സംഘടനയില്ല, ഒന്നുമില്ല. പക്ഷേ ഇതിനെ നേരിടണമെങ്കിൽ ജനസമൂഹം ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് നേരിടേണ്ടി വരും. അത്ര കഠിനമായി തന്നെ ഇതിന്നിപ്പോൾ ഈ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. നമുക്ക് ചോദ്യം ചെയ്യപ്പെടാത്ത തരത്തിൽ തന്നെ ഇത് വളർന്നു കഴിഞ്ഞ് അതിനെ കണ്ടു കഴിഞ്ഞാൽ, അത് ഉപയോഗിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിനെ തടയാൻ പറ്റാത്ത രീതിയിൽ തന്നെ ഇത് വളർന്നു കഴിഞ്ഞു. അത് നമ്മൾക്ക് വലിയൊരു ദോഷത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ദോഷത്തെ മറികടക്കണം. ഒരു സമൂഹം ഒന്നാകെ ഉണർന്നു. കൊടുങ്ങല്ലൂർ SI സലീം ഉദ്ഘാടനം നിർവഹിച്ചു. എക്സൈസ് ഓഫീസർ ബാലസുബ്രഹ്മണ്യൻ ക്ലാസ് നയിച്ചു. രംഗത്തിറങ്ങി ആരെ ഓടിപ്പിക്കാൻ? പാവപ്പെട്ടവരെ ഓടിക്കാനില്ല. അതായത് ലഹരി ഇവിടെ, അതായത് ഈ സംസ്ഥാനത്തെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യൻ രാജ്യത്തെ തന്നെ നശിപ്പിക്കാൻ വേണ്ടി പുറത്തുനിന്നുള്ളവരുടെ ഒരു കൂട്ടായ്മ, അതാണ് ലഹരി. ഇവിടെ ലഹരി നമ്മളെ നശിപ്പിക്കാൻ വളരെ ഈസിയാണ്. എന്ത് ചെയ്താൽ മതി? ഒരു കുടുംബത്തിൽ ഒരാളെ ലഹരി ഉപയോഗിക്കാൻ പഠിപ്പിച്ച, മദ്യമാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും വളരെ ഈസിയാണ്, അല്ലേ? കാണുന്നില്ലേ ഇപ്പോൾ? അപ്പോൾ ഞങ്ങൾ ഈ ഒരു 10 വർഷം മുമ്പൊക്കെ നമുക്ക് വളരെ ഈസി ആയിരുന്നു. കുട്ടികളെ ബോധവൽക്കരിക്കും, മദ്യത്തിലേക്ക് പോകരുത്, മദ്യം കൊടുക്കാൻ പറ്റില്ല, 23 വയസ്സിൽ താഴെയുള്ള ഒരാൾക്കും മദ്യം അലോഡല്ല, കൊടുക്കാൻ പാടില്ല, കഴിക്കാൻ പാടില്ല, കുറ്റമാണ്, ജയിലിൽ പോകേണ്ടി വരും. ആ രീതിയിലുള്ള ബോധവൽക്കരണ പരിപാടികളായിരുന്നു നമ്മൾ ഒരു 10 വർഷം മുമ്പ് വരെ നടത്തി. പക്ഷെ അപ്പോൾ എന്ത് ചെയ്തു? ഈ ടീം, അറിയാലോ, ഈ രാജ്യത്തെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങുന്നവർ എല്ലാം പഠിച്ചിട്ടാണ് അവർ മുമ്പോട്ട് വരുന്നത്. അവരെന്ത് ചെയ്തു? നേരെ കഞ്ചാവും മറ്റും മയക്കുമരുന്നുകളെയും ആശ്രയിച്ച് അത് നമ്മളെ കുത്തിവെച്ച് മെല്ലെ മെല്ലെ ഒരു 10 വർഷത്തിന് മുമ്പൊക്കെ നമുക്ക് ജില്ലയിൽ തന്നെ ഒരു മാസം ഒരു 5 കേസോ മറ്റേ നർക്കോട്ടിക് കേസുകൾ 5, ചിലപ്പോൾ അതും ഉണ്ടാവില്ല. ഒരു ഓഫീസിലൊക്കെ ഒരു കേസേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ഒരു അവസാനത്തെ 5 വർഷം കൊണ്ട് ഗ്രാജുവലി അങ്ങനെ കൂട്ടി എല്ലാവരെയും അതിൽ. ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി, അബ്ദുൾ അസീസ് നിസാമി, കൊടുങ്ങല്ലൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബ്, മഹല്ല് സെക്രട്ടറി NM ബഷീർ, ട്രഷറർ ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. ലഹരി വിൽപ്പനയിലും ഉപയോഗത്തിലും പിടിക്കപ്പെടുന്നവർ നിയമത്തിൻ്റെ പഴുതുകളിലൂടെ രക്ഷപ്പെടുന്ന സാഹചര്യം കുറ്റകൃത്യം ആവർത്തിക്കുവാൻ കാരണമാകുന്നതായും നിശ്ചിത അളവിൽ ലഹരി പദാർത്ഥങ്ങൾ കൈവശം വയ്ക്കുന്നവർക്ക് ജാമ്യം ലഭിക്കുന്ന നിലവിലെ നിയമത്തിൽ ഭേദഗതി വരുത്തി കുറ്റകൃത്യം ആവർത്തിക്കാതിരിക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്നും ചെയർമാൻ മസ്ജിദ് യുവജന കൂട്ടായ്മ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു.